VFF 2K26 ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമുളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. തേനിനെക്കാളേറെ മധുരിക്കും അമ്മയെക്കാളും ഓമനിക്കും. ദൈവവചനം സ്വന്തമാക്കിടാൻ ഓടിവാ ഓടിവാ ഓടി ഓടിവാ. എന്റെ പൊന്നുമോൾ ഇന്ന് വലിയ ആവേശത്തിലാണല്ലോ. പിന്നല്ലേ, തുടക്കത്തിലെ ആലസ്യം ആവേശത്തിന് വഴിമാറി. മോശയുടെ 5ാം പുസ്തകവും അങ്ങനെ ആവട്ടെ. നോ ഡൗട്ട്. പുറപ്പാടിലും ലേവ്യരിലും സംഖ്യയിലും നമ്മൾ കണ്ട നിയമങ്ങളുടെ സംഗ്രഹവും ദൈവശാസ്ത്ര വിശദീകരണവും ഡ്യൂട്രോണമിയിൽ അനുഭവിക്കാം. അപ്പോൾ ഇതൊരു ആവർത്തനമാണല്ലേ? ആവർത്തനം വിരസതയാകുമോ? ദൈവം നൽകിയതൊന്നും വിരസമാവില്ല. വചനം വഴിയായി രൂപം കൊണ്ട പ്രപഞ്ചം എന്ത് മനോഹരമാണ്. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് ആവശ്യമായ 3 പ്രഭാഷണങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ കേന്ദ്രഭാഗം. ദൈവം മോശയിലൂടെ നടത്തിയ ദൈവത്തിന്റെ പ്രസംഗങ്ങൾ അതിഗംഭീരമായിരിക്കും. പ്രസംഗശൈലി അവിടത്തെ ഇഷ്ടമാണല്ലോ. മോശയെ ഒത്തിരി സ്നേഹിച്ചിട്ടും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ജനം ചെയ്ത പാപം മൂലം നിഷേധിക്കപ്പെടുക എങ്ങനെ സഹിക്കും? കഷ്ടമായി പോയി. മോശയ്ക്ക് എന്തോരം സങ്കടം വന്ന് കാണും. മോശയുടെ പ്രാർത്ഥന ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ അടുത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകണം. അവിടുന്ന് ചോദിച്ചതെല്ലാം പിതാവായ ദൈവം കൊടുത്തില്ലല്ലോ. ഗത്സമനിയിൽ യേശു തീവ്രവേദനയിൽ മുഴുകി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി ഒഴുകിയത് നമ്മുടെ പാപങ്ങൾ മൂലമാണല്ലേ? അതെ, അതിപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പറഞ്ഞതനുസരിക്കുന്ന മോശ നമുക്ക് മാതൃകയാവണം. മോശ ജോഷുവയ്ക്കും സ്നാപക യോഹന്നാൻ യേശുവിനും വഴിമാറിയതുപോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റുക. ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്തിനും ഏതിനും പരാതി പറയുന്ന നമ്മൾ മോശയുടെ അനുസരണവും എളിമയും കണ്ടു പഠിക്കണം. ചോദിക്കുന്നതെല്ലാം അതുപോലെ ആർക്കും ലഭിക്കണമെന്നില്ല. സീനായ് ഉടമ്പടിയിൽ ദൈവം നൽകിയ 10 കൽപ്പനകൾ മോശ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന സുപ്രധാന കൽപ്പന നൽകുന്നതും നിയമാവർത്തന പുസ്തകത്തിലാണ്. ഇപ്പോൾ ഓർക്കുന്നു, പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ള നിയമാവർത്തന പുസ്തകത്തിന്റെ പ്രാധാന്യം. യേശു ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിട്ടുള്ളതും ഈ ഗ്രന്ഥത്തിൽ നിന്നാണല്ലോ. കർത്താവ് നൽകിയ പ്രമാണങ്ങൾ ജീവദായകവും നീതിയുക്തവുമാകിയാൽ അനുസരിക്കണം. ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും 7 പ്രമാണങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമല്ലേ പ്രതിപാദിക്കുന്നത്? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതെന്ന നിയമ പണ്ഡിതന്റെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി നമ്മൾ വിസ്മരിക്കരുത്. ദൈവസ്നേഹവും പരസ്നേഹവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന കാര്യം മറക്കാതിരിക്കുക. അതേ മക്കളെ, സൃഷ്ടാവിന്റെ സൃഷ്ടികളോടുള്ള കരുണയാണ് കൽപ്പനകൾ. ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുക. അടിമയെപ്പോലെയല്ല, സ്നേഹിതനെ പോലെ കൽപ്പനകൾ അനുസരിക്കുക. സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ മനോഹരമായി സൃഷ്ടിച്ച ശേഷം എല്ലാം നോക്കി നടത്താൻ മനുഷ്യരായ നമ്മെ ഭരമേൽപ്പിച്ചു. ഭാവി തലമുറയ്ക്കായി നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാം. അമ്മയായ ഭൂമിയെ, ജലസ്രോതസ്സുകളെ, ജീവവായുവിനെ മലിനമാക്കാതെ ചേർത്തു പിടിക്കാം. അങ്ങനെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജൂബിലി വർഷം അർത്ഥപൂർണമാക്കാം.
സ്നേഹിതന്റെ വിശ്വസ്തത അവിടുന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ദൈവം, ഒരു ജനം, ഒരു ഉടമ്പടി, ഒരു നിയമം, ഒരു ദേവാലയം, ഒരു ആരാധന, ഒരു പ്രവാചകൻ. അതെ, നമ്മൾ ഒന്നാണ്, ഒരു ദൈവത്തിന്റെ മക്കൾ. ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ദേശീയപാതയാക്കിയ കാർലോയുടെ കൂട്ടുകാരല്ലേ? അങ്ങനെ പഞ്ചഗ്രന്ഥി എന്ന അടിത്തറയിൽ നിന്ന് പണിതുയർത്തി ദേ അവരിങ്ങെത്തി. യെസ്, കൽപ്പനകൾ ജീവിതമാക്കാം. യെസ്, വി ആർ കാർലോസ് ഫ്രണ്ട്സ്. Mundo